ഹലോ എവരി വൺ, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പറ്റിയാണ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ സർ അലക്സ് ഫെർഗസന്റെ കാലഘട്ടം തൊട്ട് ഈ സീസൺ വരെയൊക്കെയുള്ള കാലഘട്ടം വളരെ ബ്രീഫായിട്ട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ വിത്തൗട്ട് എനി ഫർദർ അഡ്യൂ, വെൽക്കം ടു ദ വീഡിയോ. സർ അലക്സ് ഫെർഗസനെ പറ്റി പറയുമ്പോൾ പുള്ളിയുടെ അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കും പലരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത്. പക്ഷേ എനിക്കും ചില മാൻ യുണൈറ്റഡ് ഫാൻസിനും ചിലപ്പം ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ഇതായിരിക്കും. ചൂയിക്കവും ചവച്ച് സൈഡ് ലൈനിൽ ഗെയിമൊക്കെ അനലൈസ് ചെയ്ത് ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്. ഐ ഹാവ് ടു സേ, ഞാനൊരു റൈവൽ ഫാൻ ആണെങ്കിൽ പോലും അങ്ങനത്തെ ആ ഒരു ഫിഗർ മാച്ച് വീക്കിൽ ഞാൻ മിസ് ചെയ്യാറുണ്ട് ഇപ്പോഴും. എനിവേ, നീണ്ട 26 വർഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി മാനേജറായിട്ട് സെർവ് ചെയ്യുന്നു. 1986 അപ്പോയിൻമെൻറ്റ്, 13 പ്രീമിയർ ലീഗ്, 2 ചാമ്പ്യൻസ് ലീഗ്, 5 FA കപ്പ്, 4 ലീഗ് കപ്പ്, അങ്ങനെ അച്ചീവ്മെൻറ്റ്സ് അനവധി. ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഓൾ ഗുഡ് തിങ്സ് മസ്റ്റ് കം ടു ആൻ എൻഡ്. അതുപോലെ ആ ദിവസം വന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. സർ അലക്സ് ഫെർഗസൺ 2013 വിരമിക്കുകയാണ്. 2013 വിരമിക്കുമ്പോൾ ദ ലോങ്ങസ്റ്റ് സെർവിങ് മാനേജറായിട്ട് വിരമിക്കുന്നു. ദ ഓൺലി മാനേജർ ടു വിൻ 3 പ്രീമിയർ ലീഗ് ബാക്ക് ടു ബാക്ക്, ദ ട്രബിൾ വിന്നർ. പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്, FA കപ്പ്, ദ പ്രോപ്പർ ട്രബിൾ. സർ അലക്സ് ഫെർഗസൺ വിരമിച്ച് കഴിഞ്ഞ പിന്നെ 12 വർഷമാകും. ഈ 11-12 വർഷത്തിനിടയിൽ 9 മാനേജേഴ്സിനെയാണ് ഹയർ ചെയ്തേക്കുന്നത്. അതിൽ 3 കെയർ ടേക്കർ മാനേജറിനെ എടുത്തു കളഞ്ഞാൽ 6 മാനേജേഴ്സ്. ഇനി അവർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഡേവിഡ് മോയ്സ് വരുന്നു, അധികകാലമൊന്നും നിലനിൽക്കുന്നില്ല, 10 മാസം സാക്ക് ചെയ്യപ്പെടുന്നു. അതിനുശേഷം കെയർ ടേക്കർ മാനേജറായിട്ട് കുറച്ചു കാലം റയൻ ഗിഗ്സ്. അതിനുശേഷം വരുന്നതാണ് ലൂയി വാൻ ഗാൽ, 2 വർഷം തികയ്ക്കുന്നു. അതിനുശേഷം വന്നതാണ് ദ കോൺട്രവേഴ്ഷ്യൽ സൈനിങ് ഹോസെ മൊറീനിയോ. 2 വർഷം തികയ്ക്കുന്നു. അതിനുശേഷം വരുന്നു ഓലെ ഓൺ ദ വീൽ, ഓലെ ഗണർ സോഷ്യ, 3 വർഷം തികയ്ക്കുന്നു. അതിനുശേഷം കെയർടേക്കർ മാനേജറായിട്ട് മൈക്കിൾ കാരക് വരുന്നു. പിന്നെ വരുന്നതാണ് റാൽഫ് റാഗ്നിക്, അധികകാലവും നിൽക്കുന്നില്ല, അഗെയിൻ 6 months. പിന്നെ വരുന്നു എറിക് ടെൻ ഹാഗ്, 2 സീസൺ തികയ്ക്കുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നു റൂബിൻ അമോറൻ. എന്താണ് ഈ 9 മാനേജേഴ്സ് ഈ 11 വർഷത്തിനിടെ ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ, അല്ലേ? 2016, അതായത് 15-16 ലൂയി വാൻ ഗാൽ ഒരു FA കപ്പ് നേടുന്നു. പിന്നെ EFL കപ്പ് ഹോസെ മൊറീനിയോ നേടുന്നു. കമ്മ്യൂണിറ്റി ഷീൽഡിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഫോർ മീ ഇറ്റ്സ് നോട്ട് ആൻ ആക്ച്വൽ കപ്പ്. ഓക്കെ, ഒരു കോമ്പറ്റീഷൻ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു ഒരു കപ്പ്, അത്രയേ ഉള്ളൂ. ഒരു കോമ്പറ്റീഷൻ വാം അപ്പ് കപ്പ്, അത്രയേ ഉള്ളൂ. എനിവേ, ഹോസെ മൊറീനിയോ കമ്മ്യൂണിറ്റി ഷീൽഡ് വിൻ ചെയ്യുന്നു. ഓക്കെ, യൂറോപ്പ ലീഗ് വിൻ ചെയ്യുന്നു ഹോസെ മൊറീനിയോ. അങ്ങനെ ഫെർഗസൺ കഴിഞ്ഞിട്ട് ഏറ്റവും സക്സസ്ഫുൾ മാനേജർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ കാലഘട്ടം വരെയും ഹോസെ മൊറീനിയോ ആണ്. 3 കപ്സ്. കഴിഞ്ഞ സീസണിൽ എറിക് ടെൻ ഹാഗ് കാരബോ കപ്പ് വിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ സീസൺ സ്റ്റാർട്ടിന് മുമ്പ് കമ്മ്യൂണിറ്റി ഷീൽഡും വിൻ ചെയ്യുന്നു. കമ്മ്യൂണിറ്റി ഷീൽഡ് കൂട്ടുവാണെങ്കിൽ 11 വർഷത്തിനിടെ 6 കപ്പ്. അത് കമ്മ്യൂണിറ്റി ഷീൽഡ് എടുത്ത് കളയുവാണെങ്കിൽ 4 കപ്പ് 11 വർഷത്തിനിടയിൽ. 11 വർഷത്തിനിടയിൽ 4 കപ്പ് തരക്കേടില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നു, അല്ലേ? അതും എസ്പെഷ്യലി കൺസിഡറിങ് ദാറ്റ് സച്ച് എ ബിഗ് ഫിഗർ ലെഫ്റ്റ്, ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും, അങ്ങനെയാണ്. ബട്ട് അതൊരു ആൻസർ ആണോ? Is that an answer a Man United fan should be giving? For me, no. Man United should not be in the position that they are in right now. ഈ ഒരു 10-11 വർഷം എക്സ്പെരിമെന്റിൽ കൂടെ കടന്നു പോകേണ്ട ടീമൊന്നുമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പം എവിടെയായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പിഴച്ചത്? അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ നോക്കാം. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർ അലക്സ് ഫെർഗസന് ശേഷം നടത്തിയ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് പിഴച്ചത്. ആ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്, ഇഫ് ഇറ്റ് വാസ് പെപ് ഗുവാർഡിയോള ഓർ യോർഗൻ ക്ലോപ്പ് ഓർ ആന്റോണിയോ കോണ്ടെ, ദിസ് ക്ലബ് വുഡ് ഹാവ്
ഈ ഒരു 10-11 വർഷം വുഡ് ഹാവ് ബീൻ ഇൻ എ റീബിൽഡിങ് സ്റ്റേജ്. ഞാൻ എന്താ റീബിൽഡിങ് സ്റ്റേജ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലക്സ് ഫെർഗസൺ വിട്ടിട്ട് പോയ ടീം എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഏജിങ് ടീമായിരുന്നു. ഫെർഡിനാൻഡ്, വിഡിച്ച്, എവ്ര, ഇവരെല്ലാവരും വയസ്സായിക്കൊണ്ടിരിക്കുകയായിരുന്നു. റീസൈക്ലിംഗ് വാസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫ്രണ്ടിൽ വെയിൻ റൂണി, വാൻ പേഴ്സി. വെയിൻ റൂണി വാസ് സ്റ്റിൽ യങ്, പക്ഷേ വാൻ പേഴ്സി ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു ആൻഡ് ഹി വാസ് ഗെറ്റിംഗ് ഓൾഡ് ഓൾസോ. വലിയൊരു റീമോഡൽ ആവശ്യമുള്ള ഒരു സമയത്താണ് ആക്ച്വലി സർ അലക്സ് ഫെർഗസൺ റിട്ടയർ ചെയ്തു പോകുന്നത്. ആ റീമോഡലിംഗ് നടത്താൻ തക്ക കഴിവുള്ള ആൾ വന്നാലേ, അല്ലെങ്കിൽ ആ റീമോഡലിംഗ് ചെയ്യുന്നവരേക്കും ഈ ടീമിനെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജർ വന്നാലേ ഇത് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. കറക്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കറക്റ്റ് ഇതിനോട് സമമായിട്ടൊരു എക്സാമ്പിൾ അല്ല എന്നാൽ പോലും, യോർഗൻ ക്ലബ്ബ് ലിവർപൂൾ വിട്ടുപോയപ്പോൾ ആർനെ സ്ലോട്ട് വരുന്നു. ഈ സീസണിൽ കണ്ടോ, ഫസ്റ്റ് സീസണിൽ തന്നെ അവർ പ്രീമിയർ ലീഗിൻ്റെ നമ്പർ 1 പൊസിഷനിൽ ഇപ്പം നിൽക്കുന്നു. ചാമ്പ്യൻസ് ലീഗിൻ്റെ നമ്പർ 1 പൊസിഷനിൽ നിന്ന് ക്വാളിഫൈ ആവുന്നു. കാരബോ കപ്പിൻ്റെ ഫൈനലിൽ, FA കപ്പിൽ നിന്ന് അവർ ഔട്ടായി. കാരണം ഇത്രയും ഗെയിംസ് കളിക്കുന്ന ടീമിന് ഓഫ് കോഴ്സ് ദേ ഹാവ് ടു ലൂസ് സംവെയർ. അപ്പം what I'm trying to explain here is, ക്ലോപ്പ് എന്ന് പറയുന്ന ലെഗസി 30 വർഷത്തിന് ശേഷം ലിവർപൂളിന് പ്രീമിയർ ലീഗ് മേടിച്ചു കൊടുക്കുന്ന ക്ലോപ്പ് എന്ന് പറഞ്ഞ ലെഗസി റിട്ടയർ ചെയ്യുന്ന പോകുന്ന സമയത്ത് ആർനെ സ്ലോട്ട് എന്ന് പറയുന്ന ഒരു വളരെ സെൻസിബിൾ ഹയറിംഗ് ലിവർപൂൾ മാനേജ്മെന്റ് ചെയ്യുന്നു. He adapted and integrated into the team so quickly, and he was aligned with the vision of the Liverpool team. He was aligned with the vision of Liverpool board. അവർക്ക് ഇനി ചാമ്പ്യൻസ് ലീഗ് എടുക്കണം, ഇനി പ്രീമിയർ ലീഗ് എടുക്കണം, എല്ലാം they need to be competing at the best level in the world football എന്നുള്ള ഒരു വിഷനിലാണ് ആർനെ സ്ലോട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ഹി ഈസ് എക്സിക്യൂട്ടിങ് പെർഫെക്റ്റ്ലി സോ ഫാർ. ഇങ്ങനൊരു ഹയറിങ്ങിൻ്റെ ഒരു മിസ്സിംഗ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 2013 സംഭവിച്ചത്. അതിൻ്റെ റിപ്പിൾ എഫക്റ്റ് ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഹയറിങ്ങും പാനിക് ഹയറിങ് തന്നെയാണ്, എക്സെപ്റ്റ് എറിക് ടെൻ ഹാഗ്. എറിക് ടെൻ ഹാഗിന് I don't support എറിക് ടെൻ ഹാഗ്സ് സാക്കിങ്. കാരണം ഞാൻ റൈവൽ ഫാൻ ആയതുകൊണ്ട് പറയില്ല. ഹി കെയിം ആൻഡ് ഹി ഹാഡ് എ പ്രോജക്റ്റ്, ഹി വാസ് ബിൽഡിംഗ് ദാറ്റ് പ്രോജക്റ്റ്. പുള്ളിയുടെ മാനേജ്മെന്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഐ എം എ ബിഗ് ഫാൻ ഓഫ്. എന്നാൽ പോലും ദ വേ ദാറ്റ് ഹി ഹാൻഡിൽ റൊണാൾഡോ സിറ്റുവേഷൻ അതൊന്നും അത്ര നല്ലതൊന്നും അല്ലെങ്കിൽ പോലും, ബട്ട് ഹി ഹാഡ് എ പ്രോജക്റ്റ് ഇൻ മൈൻഡ് ആൻഡ് ഹി നീഡഡ് ടൈം ടു എക്സിക്യൂട്ട്. അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. ടീം കോപ്പറേറ്റ് ചെയ്യുന്നില്ലായിരുന്നു മാനേജറുമായിട്ട്. സോ അതാണ് എഗെയിൻ ഇറ്റ്സ് കംസ് ഡൗൺ ടു മാനേജ്മെന്റ്. ബട്ട് he came in with a vision and they were integrating. ഇതാണ് ഞാൻ പറയാൻ വരുന്ന സാധനം. ഇത് നടക്കുന്ന എത്ര വർഷങ്ങൾക്ക് ശേഷം, 7-8 വർഷങ്ങൾക്ക് ശേഷം. സർ അലക്സ് ഫെർഗസന് ശേഷം എങ്ങനെ വേണം, ബോർഡിന് മുൻകൂട്ടി കാണാൻ പറ്റാത്തതിൻ്റെ കഴിവില്ലായ്മയാണ് ഈ 8 വർഷത്തെ, ഈ 8, 9 അല്ലെങ്കിൽ 11 വർഷത്തെ ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി, ഈ ലാക്ക് ഓഫ് ഫോം എന്ന് പറയേണ്ടി വരും. സോ ഇതാണ് സംഭവിച്ചത്. സോ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൂബിൻ അമോറിം വന്നിരിക്കുന്നു. ഇപ്പോഴും ഓണസ്റ്റ്ലി ഹീ ഈസ് എക്സ്പെരിമെൻറ്റിങ്. ഈ ഒരു ഹയറിങ് ഇറ്റ് റിമൈൻഡ്സ് മീ ലോട്ട് അബൌട്ട് അർട്ടറ്റ ഹയറിങ്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഇൻസൈഡ് FA കപ്പ്, ദേ ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ചാമ്പ്യൻസ് ലീഗ് ഓർ യൂറോപ്പ ലീഗ്. പുള്ളിയുടെ ഒറ്റ ചാൻസ് എന്ന് പറയുന്നത് അർട്ടറ്റ ഫസ്റ്റ് സീസണിൽ ചെയ്തതിൻ്റെ കൂട്ട് FA കപ്പ് ജയിക്കുക, keep them in the Europe, attract more players, set the team that he wants to set up and move forward. അപ്പം ഇപ്പോൾ what they need to do, what Manchester United need to do immediately is that they need to define their vision. അടുത്ത 10 വർഷം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അടുത്ത നെക്സ്റ്റ് 3 സീസൺ ഐ എം ഗോയിങ് ടു ബിൽഡ് മൈ സ്ക്വാഡ്. ഓക്കെ, what then? What after the first 3 years? അടുത്ത 3 years I'm going to compete for Champions League or get into Champions League or compete for Premier League. ഇങ്ങനൊരു defined vision, there is no transparency on this
ഫ്രം ദ ബോർഡ്, ഫ്രം ദ മാനേജർ. ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻസിയും വരുന്നില്ല. റൂബിൻ അമോറിം വരുന്നു, പുള്ളി എല്ലാവർക്കും ചാൻസ് കൊടുക്കുന്നു. ഇതാണ് കണ്ടത് ഇതുവരെയും. റൂബിൻ അമോറിം വരുന്നു, എല്ലാവർക്കും, റാഷ്ഫോർഡ് ഉൾപ്പെടെ എല്ലാ ഡെഡ് പ്ലേയേഴ്സിനും പുള്ളി ചാൻസ് കൊടുക്കുന്നു ടു പ്രൂവ് ദംസെൽഫ്. അതിൽ ചില പ്ലേയേഴ്സ് ലൈക്ക് ആമാദ് പ്രൂവ് ചെയ്യുന്നു, ചില പ്ലേയേഴ്സ് ലൈക്ക് റാഷ്ഫോർഡ് ഡസ് നോട്ട് പ്രൂവ് ആൻഡ് ഹി മൂവ്സ് ഓൺ. ഓക്കെ, ഫൈൻ. അങ്ങനെ റൂബിൻ അമോറിം ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹി നീഡ്സ് ടു ബിൽഡ് എ സ്ക്വാഡ്. ഹി നീഡ് ടു ബിൽഡ് എ സ്ക്വാഡ് ദാറ്റ് ക്യാൻ പ്ലേ ഹിസ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ആൻഡ് ബോർഡ് നീഡ്സ് ടു ബാക്ക് ഹിം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഓൾ ഗുഡ് തിങ്സ് ഹാവ് ടു കം ടു ആൻ എൻഡ് എന്ന്. അതുപോലെ തന്നെ ഓൾ ബാഡ് തിങ്സ് ഡസ് നോട്ട് സ്റ്റേ ഫോർ എവർ. ഓക്കെ, പതുക്കെ അതും മാറി ഗുഡ് ടൈംസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ബട്ട് വി ഹാവ് ടു ബി പേഷ്യൻറ്റ്. ബട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് നീഡ്സ് ടു ബി പേഷ്യൻറ്റ്. യു ഹാവ് ടു ഗിവ് റൂബിൻ അമോറിം ടൈം. പുള്ളിയുടെ ടീമിനെ ബിൽഡ് ചെയ്തിട്ട് പുള്ളിക്ക് ഇനഫ് ബാക്കിംഗ് ഇട്ടിട്ട്, but at the same time he needs to work with what he has. He needs to win FA Cup. ആ കോമ്പറ്റീഷനിൽ ഇപ്പോൾ ടോപ്പ് ടീം എന്ന് പറയാനായിട്ട് മാൻ സിറ്റി, ആസ്റ്റൺ വില്ല മാത്രമേ ഉള്ളൂ. ഓക്കെ, they should be winning the FA Cup, keep them in the Europe so they can attract quality players. എന്നിട്ട് he should use the pre-season, the summer window, everything to build a solid defense and move forward. അപ്പോൾ within next 5 years I really see Manchester United challenging for title, given that അതായത് one condition, റൂബിൻ അമോറിം stays. പുള്ളിയുടേതായ ഫ്രീഡവും പുള്ളിയുടേതായ സപ്പോർട്ടും ബോർഡ് കൊടുക്കുക, build up the defense and allow him to play the style that he wants to play. ഒരുപാട് റിഫോം ചെയ്യണം ആ ടീം. ദേ നീഡ് ഫയർ പവർ, ദേ നീഡ് ഡിഫെൻസ്, ദേ നീഡ് ക്രിയേറ്റീവ് മിഡ്ഫീൽഡ്. ദ ഹോൾ ആസ്പെക്ട് ഓഫ് ദർ ടീം നീഡ്സ് അഡീഷൻ, ഇൻക്ലൂഡിങ് ഗോൾ കീപ്പർ. സോ അതെല്ലാം റീബിൽഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈസിലി 3 years ആവും. ഓൺ ദ 4th and the 5th year they can start challenging. That's it for today's video. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇത് വളരെ ഞാൻ ചുരുക്കിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിച്ചത്. ലെങ്തായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞ് വളരെ ചുരുക്കി എത്രയും പെട്ടെന്ന് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയത്. 12 വർഷത്തെ കാര്യം എങ്ങനെയെങ്കിലും ഒരു 10-15 മിനിറ്റിനകത്ത് ഉൾക്കൊള്ളിക്കാനാണ് ഞാൻ നോക്കിയത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക.